പറയുന്ന വചനം പറയുമ്പോൾ തീരെയല്ല. സ്തോത്രം. അതിന് അവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ്, അതിനൊരു നിവർത്തീകരണമുണ്ട്. അങ്ങനെയല്ലേ വാക്കിൽ പറഞ്ഞത്? എൻ്റെ വചനം നിവർത്തിയാകാൻ. ഇന്ന് രാത്രികാലം കേൾക്കുന്ന വചനത്തിന് ഒരു സ്തോത്രം പ്രോഗ്രാമിൻ്റെ ഭാഗം പോലെ കേട്ടിവിടെ തീരെയല്ല. ഹൃദയത്തിനകത്ത് വിശ്വസിച്ചാൽ യോഗം ഇന്ന് രാത്രി തീരും, ആൾക്കൂട്ടം പിരിയും, ഈ മൈക്കും ലൈറ്റും ഒക്കെ അഴിച്ചു വെക്കും. പക്ഷേ അകത്ത് വീണ വചനം ഒരു പക്ഷേ ഈ മാസം തീരുന്നതിനേക്കാൾ മുമ്പോ ഈ ദിവസങ്ങളിലോ നിന്റെ കുടുംബത്തിൽ നിവർത്തിയാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. ഞാൻ വിശ്വസിച്ച് പറയുന്നു, അതിവിടെ നിവർത്തിയാകും. ശക്തമായി ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവസന്നിധിയിൽ. നിവൃത്തിയാകും. നിവൃത്തിയാകാനുള്ള ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നമുക്ക് തരേണ്ടതിനായി പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഹല്ലേലൂയ. നിവൃത്തിയാകുക. ദൈവം പറഞ്ഞു, നീ പോയി പറഞ്ഞാൽ മതി, വചനം നിവൃത്തിയാക്കാനുള്ള പരിപാടി ഞാൻ നോക്കിക്കോളാം. അതല്ല ദൈവം പറഞ്ഞത്. ഇംഗ്ലീഷിലാണെങ്കിൽ കുറച്ചുകൂടെ ആ വാക്ക് ഗംഭീരമാണ്. കിങ് ജെയിംസ് വേർഷനിൽ ആ വാക്ക് കിടക്കുന്നത് ഇങ്ങനെയാണ്: ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ്, പെർഫോം ഇറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, സ്തോത്രം, അവിടെ കൊടുത്തിരിക്കുന്നൊരു വാക്കിതാണ് പെർഫോം. സ്തോത്രം. പെർഫോം എന്ന് പറഞ്ഞ വാക്ക് ഒരുപക്ഷെ ആ വാക്കിനെ പരിചിതമുള്ള ആളുകൾ കണ്ടേക്കാം. വചനത്തിനൊരു പെർഫോമൻസ് ഉണ്ട്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ഒന്നോടെ പറയാം, വാക്ക് വചനത്തിനൊരു പെർഫോമൻസ് ഉണ്ട്. സാധാരണ നമ്മൾ കാണാറുള്ളത് പ്രസംഗികരുടെ പെർഫോമൻസാണ്. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കണം, പ്രഭാഷകന്റെ പെർഫോമൻസ് അല്ല, വചനത്തിൻ്റെ പെർഫോമൻസ് വെളിപ്പെടണം. അങ്ങനെ വെളിപ്പെടുന്നിടത്ത് അന്ധകാര ശക്തികൾ തകരും, ദുഷ്ടവ്യാപാരങ്ങൾ ഉടയും. ഈ രാത്രി ഇതിനിടയിലിരിക്കുന്ന ആരുടെയെങ്കിലൊക്കെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ കടിഞ്ഞാണിട്ട് വെച്ചിരിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, സ്തോത്രം, ആരും നിങ്ങളുടെ അടുക്ക വന്നില്ലെങ്കിലും നിങ്ങളെ തൊട്ടില്ലെങ്കിലും ഈ വേദിയിൽ ദൈവത്തിൻ്റെ വചനം പെർഫോം ചെയ്യാൻ തുടങ്ങിയാൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ താനെ തുറക്കാൻ തുടങ്ങും. അത്രയ്ക്ക് കഴിവുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിറവേറലിന് അത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഈ അവസാന രാത്രിയിൽ പരിശുദ്ധാത്മ നിറവോടുകൂടെ ഒരുമിച്ച് നന്ദിയോടെ ഇന്ന് രാത്രി ദൈവം എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് സ്തോത്രം എനിക്കും വലിയ പിടിയില്ല. കാരണം വചന വ്യാഖ്യാനം ആത്മനിറവിലാണ്. എൻ്റെ കയ്യിലൊരു വാക്യം ഇരിക്കുന്നുണ്ട്, ഞാനത് വായിച്ചു തുടങ്ങാൻ പോകുകയാണ്. എത്ര അമ്മമാരും പിതാക്കന്മാരും കർത്തൃദാസന്മാരും ആഗ്രഹിക്കും ഇവിടെ പറയുന്ന വചനം ഇന്ന് രാത്രി 9 മണി കഴിയുമ്പോൾ ഇവിടെ തീരരുത്. അത് ചില ജീവിതങ്ങളിൽ, ശരീരത്തിനകത്ത്, ആന്തരിക അവയവങ്ങളിൽ, സാമ്പത്തിക മേഖലകളിൽ, സഭകളിൽ, കുടുംബങ്ങളിൽ യേശുവിൻ നാമത്തിൽ ഉറച്ച വിശ്വാസത്തോടെ ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക. ഒരിക്കൽ കൂടി ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ വചനം നിവർത്തിയാകാനുള്ളതാണ്. അത് പറഞ്ഞു കേൾപ്പിക്കാനുള്ളതല്ല, ചിരിപ്പിച്ചും സ്തോത്രം സന്തോഷിപ്പിച്ചും നിർത്താനുള്ളതല്ല. ഇന്ന് രാത്രി ഇവിടെ പറയുന്ന കാര്യം നിവർത്തിയാകും. അത് പെർഫോം ചെയ്യും. എപ്പോഴാണെന്നറിയില്ല, പെർഫോം ചെയ്യും. ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് സ്തോത്രം ഇന്നു മുതൽ, ഇത് കേൾക്കുന്ന സമയം മുതൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരു പെർഫോമൻസിന് ഒരുങ്ങിക്കോളണം. സ്വർഗം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ഒരു പ്രവചന സൂക്തം ദൈവാത്മാവിൽ പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. പറഞ്ഞ അന്ന് അത് പെർഫോം ചെയ്തില്ല. പറഞ്ഞ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പെർഫോം ചെയ്തില്ല. സ്തോത്രം. 7 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് സ്തോത്രം പലസ്തീനിലെ ഒരു പാവപ്പെട്ട സ്തോത്രം ഒരു കാർപ്പന്റർ കാശാരിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയയുടെ ജീവിതത്തിലാണ് അത് പെർഫോം ചെയ്തത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വീണ്ടും നിങ്ങളെ ചൂണ്ടിക്കൊണ്ട് പറയാം, ഇതിനകത്ത് ആരുടെ കുടുംബത്തിൽ അത് പെർഫോം ചെയ്യുമെന്ന് ഇന്ന് രാത്രി നിശ്ചയിക്കുന്നത് പ്രസംഗിക്കുന്ന ഞാനോ വേദിയിൽ ഇരിക്കുന്ന കർത്തൃദാസന്മാരോ അല്ല. യേശുവിൻ്റെ നാമത്തിൽ ആവേശത്തോടെ
ചില വിഷയങ്ങളുടെ മേൽ ദൈവം ഇടപെടുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ അവരെങ്ങനെ പ്രതികരിക്കാമോ നിങ്ങൾ നിശ്ചയിച്ചോളണം. ഈ രാത്രി മൗനമായിരിക്കാനാണ് നിങ്ങൾക്ക് പ്രേരണയെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. അതല്ല, ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരുമ്പോൾ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ ആസ്വദിക്കുമ്പോൾ, യേശുവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നിടം മറന്ന് ആത്മബലത്തോടെ അഭിഷേകത്തിന്റെ ശക്തിയോടെ ദൈവ സന്നിധാനത്തിൽ സ്തോത്രം ചെയ്യാനും സ്തുതിക്കാനും ആത്മാവിൽ നിറഞ്ഞു മഹത്വപ്പെടുത്താനും നിങ്ങളെ നിങ്ങളുടെ ദൈവദാസന്മാർ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സഭയ്ക്ക് അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വഴിയോരത്താണെന്ന് ഓർക്കണ്ട. ആത്മശക്തിയോടും ആത്മ നിറവോടും കൂടെ എല്ലാ ദൈവമക്കളും ഒരുമിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. ഒരു 10-20% ആളുകൾക്ക് ഇതൊരു പ്രോഗ്രാം ആയിരിക്കും, എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ചില കാര്യങ്ങളുടെ കെട്ടഴിയുന്ന രാത്രിയാണ്, ചില വിഷയത്തിൽ വചനം കിടക്കുന്ന രാത്രിയാണ്, ചില നുഖങ്ങൾ ഒടിയുന്ന രാത്രിയാണ്, ചില വിഷയങ്ങളെ ഛേദിച്ചു കളയുന്ന രാത്രിയാണ്. ഇന്ന് രാത്രികാലം നിനക്ക് ചേരാത്തത്, നിന്നെ നശിപ്പിക്കുന്നത്, നിന്നിൽ നിന്ന് മുറിച്ചു മാറ്റി. അങ്ങനെ ഒരു വാക്യം യോഹന്നാൻ 15-ലില്ലേ? യേശു പറഞ്ഞു, ആരാണ്ടറേ പറമ്പിൽ നിൽക്കുന്ന കൊമ്പ് മുറിക്കുമെന്നല്ല, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകൾ. ഇന്ന് രാത്രിക്കാലം നിന്നിൽ ഫലം തരാത്ത ചില വിഷയങ്ങൾ സ്വർഗത്തിലെ ദൈവം യേശുവിന്റെ നാമത്തിൽ വചനം കൊണ്ട് മുറിച്ചു മാറ്റാൻ. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് സ്റ്റഡിയായി നിർത്തും, ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റഡിയാക്കി നിർത്തും. വലിച്ചു താത്തരുത്, ഏതെങ്കിലും സ്ഥലത്ത് സ്റ്റഡിയാക്കി നിർത്തണം. ഏറ്റവും താത്തി വെച്ചാൽ ഞാൻ ആ ലെവലിൽ പ്രസംഗിച്ചോളാം, ലെവലിൽ നിൽക്കണം, വരുമ്പോൾ താഴത്തേക്ക് കൊണ്ടുപോകരുത്. കരമുയർത്തി ഒന്നോടെ സ്തോത്രം ചെയ്തോട്ടെ, ഒന്നോടെ ശക്തിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ശക്തിയോടെ, കൃപയോടെ, ദൈവ സാന്നിധ്യത്തോടെ കർത്താവിന്റെ സന്നിധാനത്തിൽ ഒരുമിച്ച് സ്തോത്രത്തോടെ കർത്തൃസന്നിധിയിലായിരിക്കുക. പറഞ്ഞു വന്ന കാര്യം, അന്തരീക്ഷം കടരുത്. സ്തോത്രം. പറഞ്ഞു വന്ന കാര്യം, ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി കേട്ടിട്ട് പോകരുത്, അത് നമ്മുടെ ജീവിതത്തിൽ ഫലിക്കണം. ദൈവം എന്തു പറഞ്ഞാലും അത് ഫലിക്കാനിടയാകണം. സ്തോത്രം. അത് സംഭവിക്കേണ്ടതിന് ഒരു നിമിഷം നമ്മുടെ കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഒരു നിമിഷം ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം, വലിയ കൃപ, വലിയ ഇടപെടൽ, വലിയ ദൈവം കൃപയുടെ വ്യാപാരം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ നടക്കേണ്ടതിന് എല്ലാ കണ്ണും അടച്ച് സ്തോത്രം ചെയ്യുക. ഒറ്റ വാക്ക് മാത്രം പ്രാർത്ഥിക്കുക. ഒരു നല്ല പ്രസംഗമല്ല ഇന്ന് രാത്രി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. യിരെമ്യാവിൽ പറഞ്ഞ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കർത്താവേ, കർത്താവിൻ്റെ ആത്മാവ് എന്തു പറയുന്നോ അതെൻ്റെ കുടുംബത്തിൽ നിറവേറി കാണണം. അതിന് ജാഗരിച്ചോളാം എന്ന് പറഞ്ഞത് സംഘാടകരല്ല, വചനത്തിൻ്റെ ഉടയവനായ ദൈവമാണ്. അങ്ങത് നിറവേറ്റി തരണം. ഇന്ന് രാത്രി ഞങ്ങൾ ഏറ്റെടുക്കുന്ന ദൂത് ദൈവം നിറവേറ്റി തരണം. അതിനുവേണ്ടി മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ 1000 വട്ടം പ്രാർത്ഥിച്ച വിഷയം ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം വചനത്തിലൂടെ നിറവേറ്റി തരാൻ വിശ്വസ്തനാണ്. സംഭവിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠരായ ദൈവദാസന്മാരും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളും അടങ്ങുന്ന മനോഹരമായിരിക്കുന്ന ഈ ആത്മീയ സദസ്സിൽ കർത്താവിൻ്റെ ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ ഒരു അവസരം കൂടി തന്നിരിക്കുകയാണല്ലോ കർത്താവേ. ഈ അന്തരീക്ഷം ദൈവാത്മാവ് കൈയടക്കണമേ. ആരുടെയും ബുദ്ധി ഇതിനകത്ത് പ്രവർത്തിക്കല്ലേ കർത്താവേ. പരിശുദ്ധാത്മാവ് തന്നെ കൈയേൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ദൂത് ആത്മശക്തിയോടും ബലത്തോടും കൂടി പറയാൻ ദൈവമായ കർത്താവ് അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ വന്നിരിക്കുന്ന ജനത്തിനും ചുറ്റുവട്ടത്ത് കാത്തിരിക്കുന്നവരും ദൈവാത്മാവിൻ്റെ നിറവിലും കൃപയിലുമായിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവാം ദൈവമേ. കരമുയർത്തി ഒന്നോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. വിശുദ്ധ ബൈബിളിലെ റോമാലേഖനത്തിൽ ഒരു വാക്യം വായിച്ചുകൊണ്ടാണ് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയാൻ കർത്താവിൻ്റെ കൃപയിൽ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിരിക്കുന്നത്. പ്രാർത്ഥനയോടെ സ്തോത്രം വാക്യം വായിക്കാൻ തുടങ്ങുമ്പോൾ ബൈബിൾ നിവൃത്തി നിങ്ങളെ വാക്യം നോക്കുക. ഉച്ചഭാഷണിൽ കൂടെ വായിക്കാൻ ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുകയാണ്. റോമാലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. മതി. സ്തോത്രം. വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. വാക്യം ഇതാണ്: ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ?
ചോദ്യകർത്താവ് തന്നെ അവിടെ മറുപടി പറഞ്ഞിരിക്കുന്നു, അശേഷമില്ല. അത്രയും ഭാഗമാണ് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ അടർത്തിയെടുക്കുന്നത്. ആ ഭാഗത്തെ സ്തോത്രം ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ട് വിഷയത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുക. റോമാലേഖനം ദൈവം മനുഷ്യർക്ക് സൗജന്യമായി നീതീകരണം കൊടുക്കുന്നു എന്നൊരു വലിയ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ പൗലോസ് സ്തോത്രം ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം ലോകസമക്ഷം അവതരിപ്പിക്കുന്നത്. ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ വാർത്ത. നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോയെന്നറിയില്ല. ഒത്തിരി ആളുകൾ ഈ പരിസരത്ത് സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വചനം കേൾക്കാൻ നിൽക്കുന്നുണ്ട്. ലോകം കേട്ട ഒരുപാട് നല്ല വാർത്തകളുണ്ട്. സ്തോത്രം. നിങ്ങൾ ഓർത്ത് നോക്കി, കൊറോണ വന്ന് ഭയങ്കരമായി ചെതലരിക്കും പോലെ അരിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്ത് സ്തോത്രം കൊറോണയ്ക്ക് വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് അറിഞ്ഞ ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്തോത്രം. അതൊക്കെ നമ്മൾ മറന്നുപോയി കാണും ഒരുപക്ഷെ. കാരണം മരുന്നില്ലാത്ത മാരകമായിരിക്കുന്നൊരു പ്രശ്നം, ആ പ്രശ്നത്തിന് വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് കേട്ടപ്പോൾ സ്തോത്രം നമുക്ക് തോന്നി മാസ്ക് ഊരി പുറത്തേക്ക് ഇറങ്ങാമെന്ന്. കാരണം അതുവരെയും ഒന്നിനും പരിഹാരമില്ലായിരുന്നു. അതൊരു ശുഭകരമായ വാർത്തയായിരുന്നു. പണ്ട് അതിനേക്കാളൊക്കെ വലുതായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പേപ്പട്ടി വിഷം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞത് റേഡിയോയിലൂടെ സ്തോത്രം ലോകത്തോട് അറിയിച്ച് അന്ന് ഭയങ്കര ആഘോഷമായിരുന്നു എന്ന്. കാരണം ആ കാലഘട്ടത്തിലൊക്കെ, ഇന്നാണെങ്കിലും പേപ്പട്ടി കടിച്ചാൽ ഭയാനകമാണ്, പക്ഷെ അതിന് മരുന്നില്ലായിരുന്നു. അതിന് മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം റേഡിയോയിലൂടെയാണ് അന്നത് പുറത്തു വന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു എന്ന്. ഇങ്ങനെ ലോകം കേട്ട സുന്ദരമായിരിക്കുന്ന ഒരുപാട് വാർത്തകളുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം സുവിശേഷ യോഗത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഞാൻ ഈ നാട്ടുകാരും ദൈവമക്കളും കേൾക്കെ ഉറക്കെ പറയാം, ലോകം കേട്ട ഏറ്റവും വലിയ വാർത്ത, മനുഷ്യൻ്റെ പാപം സ്വർഗത്തിലെ ദൈവം സൗജന്യമായി നീതീകരിക്കാമെന്ന് സ്വർഗീയ കോടതി മനുഷ്യനോട് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞാൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് മൗനമായിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. കോട്ടയം പരിസരത്ത് 2 ഏക്കർ സ്ഥലം സൗജന്യമായി തരുന്നു എന്ന് പറയുന്നതിനേക്കാൾ, നിങ്ങളുടെ 2 മക്കൾക്ക് വിദേശത്തേക്ക് വിസ കിട്ടിയെന്ന് പറയുന്നതിനേക്കാൾ, ഇന്ന് രാത്രി ലോകം കേൾക്കേണ്ട ഏറ്റവും വലിയ ശുഭകരമായ വാർത്തയാണ്, മനുഷ്യന്റെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അത് ക്ഷമിച്ചു തരാൻ ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്നുള്ളത് ലോകമറിയേണ്ട, ജാതി മത ഭേദമന്യേ സകല മനുഷ്യരും അറിയേണ്ട വാർത്തയാണ്. ഇന്ന് രാത്രി സുവിശേഷ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വാക്ക് പറയാതെ ബാക്കി നമ്മളെ സൗഖ്യമാക്കുമെന്നോ വിടുവിക്കുമെന്നോ കടം മാറുമെന്നോ കഷ്ടം മാറുമെന്നൊക്കെ ഞാൻ ഇന്ന് 10:30 വരെ പറഞ്ഞാലും ഇത് പറയാതെ പോയാൽ സുവിശേഷം സുവിശേഷമാകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ നാട്ടുകാർ കേൾക്കണം, ഈ യോഗത്തിന്റെ പുറകിലെ ഏറ്റവും വലിയ ഛേദോ വികാരം സ്വത്രം മനുഷ്യന്റെ പാപം മനുഷ്യനെ തകർക്കും, അവന്റെ പാപം അവനെ ഇല്ലാതാക്കും, അവനെ ശാപമുള്ളവനാക്കി മാറ്റൂ. എന്നാൽ സ്വർഗം പറയുന്നു, നിന്റെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിൽ വിശ്വസിച്ചാൽ ആ പുണ്യാഹ രക്തത്തിന്റെ വിലയാൽ വിശ്വസിക്കുന്നവന്റെ പാപം ദൈവം ക്ഷമിച്ചിട്ട് സ്വർഗീയ കോടതി അവനെ ശിക്ഷിക്കാതെ വിടുന്നു. ഇതാണ് വാസ്തവത്തിൽ പുതിയ നിയമത്തിന്റെ ഉള്ളടക്കം എന്ന് പറയാം, പ്രത്യേക റോമാലേഖനത്തിന്റെ ഉള്ളടക്കം. എന്നെ കേൾക്കുന്ന വിവിധ തരത്തിലെ ആളുകൾ കണ്ടേക്കാലോ. ഒരുപക്ഷെ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ ചിന്തയിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങളുടെ ആയുസ്സിൽ ഇന്ന് രാത്രികാലം 6-ാം തീയതി രാത്രി കേൾക്കുന്നത് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണയുടെ വാക്കുകളാണ്. എന്തൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ച് സ്തോത്രം ഭാരത്തിന്മേൽ ഭാരമായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരാരെങ്കിലും പാസ്റ്റർ നന്ദി പറയാൻ എഴുന്നേറ്റപ്പോൾ പറഞ്ഞതുപോലെ രംഗത്ത് വന്നില്ലെങ്കിൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വാക്കിനെ ഗൗരവമായിട്ടെടുക്കണം. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ കിടക്കുന്ന നുകങ്ങളെ എടുത്തു കളഞ്ഞ് സ്വർഗം വിടിവിപ്പാൻ വിശ്വസ്തനായ ദൈവമാണവൻ. ആ വാർത്തയാണ് പരിശുദ്ധാത്മാവ് സ്തോത്രം റോമാലേഖനത്തിലൂടെ ലോകത്തെ അറിയിക്കാൻ പൗലോസിനെ ഫലമേൽപ്പിച്ചത്. പൗലോസ് ആ കാര്യം അവതരിപ്പിക്കുകയാണ്. അത് അവതരിപ്പിച്ചു വരുമ്പോൾ പഴുതടച്ച് കാര്യം പറയുക എന്നുള്ളത് ഒരു സുവിശേഷകന്റെ കർത്തവ്യമാണ്. അതിന് നല്ല മാതൃകയാണ് ധന്യനായ പൗലോസ്. സ്തോത്രം. എന്തെങ്കിലും പറഞ്ഞ ആളുകൾക്ക് തെറ്റിദ്ധാരണ കൊടുത്തിട്ട് പോകുകയല്ല. പ്രത്യേകിച്ച്
പൗലോസിൻ്റെ ഏറ്റവും മുമ്പിലിരുന്ന അനുവാചകർ അല്ലെങ്കിൽ പൗലോസിൻ്റെ ഓഡിയൻസ് യഹൂദന്മാരായിരുന്നു. ആ നാട്ടിലായിരുന്നല്ലോ പൗലോസൊക്കെ പ്രവർത്തിച്ചത്. യഹൂദന്മാരുടെ പ്രത്യേകത ഏത് കാര്യങ്ങൾ അവതരിപ്പിച്ചാലും അവർക്ക് സംശയം തോന്നിയാൽ മറുചോദ്യം ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറയുന്നവർ ബാധ്യസ്ഥരാണ്. ആ നാടിൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയാം, സുവിശേഷ വേദിയിലോ പ്രഭാഷണ വേദിയിലോ യൂട്യൂബിലോ ടി വിയിലൊക്കെ വേണമെങ്കിൽ എന്തും പറയുമ്പോൾ നിങ്ങളെപ്പോലെ പഞ്ചപുച്ഛ മടക്കി എല്ലാം കേൾക്കും. കേൾക്കുന്നതിനിടയിൽ സ്തോത്രം പറയും. ചിലപ്പോൾ പോയി കഴിഞ്ഞിട്ട് വാട്സാപ്പിൽ കൂടി ആയിരിക്കും പോരാടുന്നത്. ചോദ്യമൊന്നും അന്നേരം ചോദിക്കുകയല്ല. പക്ഷേ യഹൂദൻ അങ്ങനെയല്ല. അവർക്ക് പരിചയമല്ലാത്തൊരു വിഷയം, അവർക്ക് ദഹിക്കാത്തൊരു വിഷയം, ആ വിഷയമാണ് പറയുന്നതെങ്കിൽ അവരുടെ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിന്ന് അവിടെ തന്നെ ചോദിക്കും. ഈ പറയുന്നതിൻ്റെ സാരം എന്താന്ന്. അതിൻ്റെ ഉജ്ജ്വലമായ തെളിവാണ് യേശുക്രിസ്തു യഹൂദന്മാരോട് ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു പ്രഭാഷണം നടത്തി. യോഹന്നാൻ 8 ആ സംഭവം എഴുതിയിരിക്കുന്നത്. യേശുവിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന യഹൂദന്മാരെല്ലാം അടിമകളാണെന്നും അവർക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണെന്നും ബോധ്യമായപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനൊരു വാക്ക് യഹൂദന്മാരെ നോക്കി പറഞ്ഞവരുടെ പ്രമാണികളടങ്ങുന്ന സദസ്സിൽ പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. ഇത് പറയുന്നത് പാരമ്പര്യത്തിൽ ഭയങ്കര പ്രൗഢതയുള്ള അബ്രഹാമിന്റെ മക്കളെന്ന് വളരെ അഭിമാനത്തോടെ പറയുന്ന യഹൂദന്മാരുടെ ഇടയിലാണ് യേശു പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാനെന്ന് വിരൽ ചൂണ്ടി പറഞ്ഞപ്പോൾ അവരുടെ റബിമാർ എഴുന്നേറ്റ് ചോദിച്ചു, നീ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ ഇന്ന് വരെ ആർക്കും അടിമകളല്ല എന്ന് പറഞ്ഞവർ പ്രകോപനം ഉണ്ടാക്കി. യോഹന്നാൻ 8 വായിച്ചാൽ മതി. അപ്പോൾ ഹല്ലേലൂയ, ഇങ്ങനെ യഹൂദന്മാർ മറുചോദ്യം ചോദിക്കും, തിരിച്ചു ചോദിക്കും. അതുകൊണ്ട് പൗലോസിന്റെ ശൈലി പഴുതടച്ച കാര്യം പറയുകയാണ്. യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ സകല ശാപവും പാപവും അത് മുഖാന്തരം ഉണ്ടാകുന്ന സകല ശിക്ഷകളും ഈ ലോകത്തിനും വരുവാനുള്ള ലോകത്തിലാണെങ്കിലും അത് മുഴുവൻ ക്രിസ്തുവേശുവിനെ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി നീതീകരിച്ചു കൊടുക്കുന്നു എന്ന കാര്യം അവതരിപ്പിക്കുമ്പോൾ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ പഴുതടച്ചുകൊണ്ട് തൻ്റെ അനുവാചകരോട് അല്ലെങ്കിൽ തൻ്റെ മുമ്പിലിരിക്കുന്നവരോട് ചോദിച്ച ചോദ്യമാണ് 3:9 കണ്ടത്. ഒന്നോടെ നിങ്ങളെ വാക്യത്തിലേക്ക് നോക്കിയേ. ചോദ്യം ഇതാണ്. ചോദ്യത്തിന് മറുപടി പറഞ്ഞ് കാര്യം വിശദീകരിക്കുന്ന ശൈലി വേദപുസ്തകത്തിനുണ്ട്, പൗലോസിനുണ്ട്. പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ റോമാലേഖനത്തിനാണ് എഴുതിയിരിക്കുന്നത്. റോമാലേഖനത്തിനകത്ത് എഴുതിയിരിക്കുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. കർത്താവിൻ്റെ സഭയായിരിക്കുന്ന റോമയിലെ ദൈവസഭയോട് ചോദിക്കുമ്പോൾ ദൈവസഭയ്ക്കോ ദൈവമക്കൾക്കോ വല്ല വിശേഷതയുണ്ടോ എന്നാണോ പൗലോസ് ചോദിച്ചത് എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാണെങ്കിൽ സഭയ്ക്ക് വല്ല വിശേഷതയുണ്ടോ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾക്ക് വല്ല വിശേഷതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അശേഷമില്ല എന്ന് പറയുവാണെങ്കിൽ പിന്നെ ഇന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കേണ്ട കാര്യമല്ല. ഒരു വിശേഷമില്ലാത്ത കൂട്ടർ വന്ന് പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ അത് ചിന്തിച്ചാൽ മനസ്സിലാകും. റോമാ സഭയോടല്ല ചോദ്യം ചോദിക്കുന്നത്. നമുക്ക് എന്ന് ഉദ്ദേശിച്ചത് വീണ്ടെടുക്കപ്പെട്ട കൂട്ടരോടല്ല. പിന്നെ പൗലോസ് ഇവിടെ ആഗോള വ്യാപകമായ മനുഷ്യ സമൂഹത്തിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട്, മനുഷ്യനായി നിന്നുകൊണ്ട് പറയുകയാണ്, ഇന്ന് 850 കോടി ആളുകൾ ജീവിച്ചിരിക്കുന്നു ലോകത്തിൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ 850 കോടി ആളുകളുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട്, മനുഷ്യനായി നിന്നുകൊണ്ട് ചോദിക്കുകയാണ്. അവിടെ നമുക്ക് എന്ന വാക്കിന്റെ സ്ഥാനത്ത് മനുഷ്യൻ എന്നെഴുതി ചേർക്കണം. അങ്ങനെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാര്യം കുറച്ചുകൂടെ ചിത്രം തെളിഞ്ഞു വരും. അവിടെ വരേണ്ടത് ഇങ്ങനെയാണ്, ആ വാക്ക് ഇങ്ങനെയാണ് വരേണ്ടത്. ആകയാൽ എന്ത് മനുഷ്യന് വല്ല വിശേഷതയുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പൗലോസ് അവിടെ മറുപടി പറയുന്നു, അശേഷമില്ല. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് സുവിശേഷത്തിന്റെ ആവശ്യം, അവിടെയാണ് ദൈവവചനത്തിന്റെ അനിവാര്യത, അവിടെയാണ് ദൈവ പ്രവൃത്തിയുടെ അനിവാര്യത. കാരണം എന്താ? ലോകത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലാക്കി. മനുഷ്യന് വല്ല വിശേഷതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അശേഷമില്ല എന്ന് പറഞ്ഞു വെച്ചപ്പോൾ ഒരു ചോദ്യം വീണ്ടും നമുക്ക് ആ വാക്യത്തോട് ചോദിക്കണം. ഒരു വിശേഷത ഇല്ലാതെയാണോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ഏദൻ തോട്ടത്തിൽ ആദമിനെ സൃഷ്ടിച്ചു കൊണ്ടാക്കുമ്പോൾ
ദൈവത്തിന്റെ സദൃശ്യത്തിനും സ്വരൂപത്തിനും എന്നൊരു വാക്ക് നിങ്ങൾ വായിച്ചിട്ടില്ലേ? സ്തോത്രം. മോളിലും താഴേക്ക് ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് പരിചിതമായിരിക്കുന്ന ഒരു വാക്കാണത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു കളിപ്പാവയെ പോലല്ല, പിള്ളേര് മുറ്റത്ത് ചിരട്ടയപ്പം ഉണ്ടാക്കുന്ന പോലെ മണ്ണ് കുഴച്ചുണ്ടാക്കിയതല്ല. സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ ഉണ്ടാക്കാൻ ഇറങ്ങി വരുമ്പോൾ ദൈവം പറഞ്ഞുകൊണ്ട് വന്നത് ടൈം പാസിന് കളിപ്പാട്ടം ഉണ്ടാക്കാനല്ല, വരിക നമ്മുടെ സദൃശ്യത്തിലും സ്വരൂപത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. നമ്മുടെ സദൃശ്യം സ്വരൂപം എന്ന് പറഞ്ഞതിനകത്ത് ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റിയും ദൈവത്തിൻ്റെ പ്രവണതയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. ആ രീതിയിലാണ് ദൈവം മനുഷ്യൻ. അത് വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യനെ ആധ്യാത്മികമായും ഭൗതികമായും ശരീരഘടനയിലൊക്കെ സൃഷ്ടിക്കപ്പെട്ടതിനെക്കുറിച്ച് വേദപുസ്തകത്തിലെ ഒട്ടനവധി വാക്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതെല്ലാം ഏറ്റവും ശ്രേഷ്ഠമാണ്. സ്തോത്രം. തിരുവെടുത്ത് പറയുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചത് അത്ഭുതകരമായിട്ടാണ്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ്. മനുഷ്യൻ്റെ ശരീരഘടന മാത്രം പഠിച്ചാൽ അറിയാം ഭയങ്കര അത്ഭുതകരമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. അത്രയ്ക്ക് ശക്തമായിരിക്കുന്ന നിലവാരത്തിൽ സൃഷ്ടിക്കപ്പെട്ട് ഭൂമിയിലാക്കി വെച്ച മനുഷ്യന് ഒരു വിശേഷതയില്ലാതെയാന്ന് പറഞ്ഞാലൊക്കെ ഇല്ല. സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മനുഷ്യൻ വിശേഷതയുള്ളവനായിരുന്നു, വളരെ വിശേഷതയുള്ളവനായിരുന്നു. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ സദൃശ്യത്തിന് സ്വരൂപത്തിന് നിന്ന കാലത്ത് ഭയങ്കര വിശേഷതയുള്ളവനായിരുന്നു. പക്ഷേ പാപം നിമിത്തം മനുഷ്യൻ്റെ സകല വിശേഷതകളും നഷ്ടപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. പാപം നിമിത്തമുണ്ടായ സവിശേഷതകളുടെ നഷ്ടം അത് നികത്താൻ വേണ്ടിയിട്ടാണ് ക്രിസ്തുവേശു ലോകത്തിൽ വന്നത്. ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് കൊണ്ടുവരാം. ഇന്ന് രാത്രികാലം യേശു ക്രിസ്തുവിനെ രക്ഷകനായി കിട്ടിയാൽ സ്തോത്രം എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നോടെ തെളിച്ചു പറയാം, നമ്മുടെ ഭൗതിക കാര്യത്തിന് മാറ്റമല്ല, അതിലപ്പുറം മനുഷ്യൻ്റെ വിശേഷത മടങ്ങി വരും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയാം, നിന്റെ കുടുംബത്തിനകത്ത് ചിലരുടെ വിശേഷത നഷ്ടപ്പെട്ട് കിടക്കുന്നെങ്കിൽ ആര് പിടിച്ചാലും നിയന്ത്രിക്കാത്ത നിലവാരത്തിൽ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ വിശേഷത നഷ്ടപ്പെട്ടതിന്റെ പോരായ്മകൾ ദുഃഖമായും ഭാരമായും ചിലർ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട് കിടക്കുന്നെങ്കിൽ ഈ യോഗത്തിന്റെ അവസാന രാത്രി ദൈവാത്മാവ് പറയുമ്പോൾ നിവർത്തിയാകാനുള്ള വചനമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ദൈവമക്കൾ കേട്ടോളണം. നിങ്ങളുടെ കുടുംബത്തിൽ ചിലരെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രന്റെ ചോരയാൽ കഴുകിയിട്ട് നമ്മുടെ ഇടയിൽ ചിലരെ സ്വർഗം വിശേഷതയുള്ളവരാക്കി മാറ്റാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് 2024 ഇങ്ങനെ ഒരു ക്രമീകരണം ഇവിടെ ചെയ്യുക മാത്രമല്ല, ഇന്ന് രാത്രി ഈ സന്ദേശം ഇവിടെ പറയാൻ സ്വർഗം എന്നെ പ്രേരിപ്പിക്കുന്നത്, നീ ജന്മം കൊടുത്ത സന്തതിയുടെ വിശേഷത നശിപ്പിച്ച ചില ദുഷ്ട പോരാട്ടങ്ങളുടെ കയ്യിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം അതിനെ പിടിച്ചു വാങ്ങി വിശേഷത മടക്കി തരുവാൻ പരിശുദ്ധ ദൈവത്തിന് കഴിയുമെന്ന് ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ പറയുമ്പോൾ അത് സംഭവിക്കാനാണ് ഈ രാത്രി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിറവേറണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർ ആത്മബലത്തോടെ സ്തോത്രത്തോടെ ദൈവത്തിന്റെ കൃപയോടെ വചനം ഏറ്റെടുത്തുകൊണ്ട് ഈ രാത്രിക്കാലം നിരാശ മാറി ദൈവത്തിന് കൊടുക്കാവുന്ന മഹത്വം കൊടുത്തുകൊണ്ട് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. നിന്റെ ജീവിതം വിശേഷതയുള്ളതാകട്ടെ. ഈ രാത്രിയിലെ സന്ദേശത്തിന്റെ പ്രസക്തമായ ഭാഗത്തേക്ക് കടക്കുകയാണ്. നിന്റെ ആത്മീക ശുശ്രൂഷ, നിന്റെ ജീവിതം, നിന്റെ കുടുംബം, നിന്റെ സന്തതി ഇതെല്ലാം വിശേഷതയുള്ളതാകണമെന്ന് മറ്റാരേക്കാൾ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിന് നടുവിലൂടെ നടകൊള്ളുന്നുണ്ട്. ആ ദൈവത്തിന്റെ കൃപ ഈ രാത്രി അറിയാൻ മാത്രമല്ല അത് അനുഭവിക്കാൻ ഒരുങ്ങുന്ന ദൈവമക്കൾ ആത്മബലത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. സ്വർഗം ഇന്ന് രാത്രി ഉദ്ദേശിക്കുന്നത് ചിലരെ വിശേഷതയുള്ളവരാക്കി ഈ യോഗം നിമിത്തം പുറത്തെടുക്കണം. ഒരു 10-20 സെക്കൻഡെങ്കിലും ദൈവാത്മാവിന്റെ ബലത്തോടുകൂടെ ആത്മശക്തിയോടുകൂടെ എത്ര പേർ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും? ഒരു ജന്മം കിട്ടിയിട്ട് ഒരു വിശേഷതയും ഇല്ല എന്ന് പറയിപ്പിക്കാൻ അന്ധകാര ശക്തികൾ ഓരോരോ അടവുകളുമായി സ്തോത്രം നിന്റെ കുടുംബത്തിന് നേരെ പോരാടി നിൽക്കുമ്പോൾ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ആ വലിയ പിടിയിൽ നിന്ന്, പാപത്തിന്റെ പിടിയിൽ നിന്ന്, അന്ധകാര ചുഴിയിൽ നിന്ന് വിശേഷതയുള്ള
ഉള്ളവരായി പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന്റെ നാമത്തിൽ സ്വർഗം ഉദ്ദേശിച്ചിരിക്കുന്ന പദ്ധതിയുടെ ഒരു കണ്ണിയായി മാറാൻ ദൈവകൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. സ്വർഗം അത് ചെയ്യാൻ തുടങ്ങുകയാണ്. ചില കുടുംബങ്ങളെ ദേശത്ത് ചാർച്ചക്കാരുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ മനുഷ്യൻ തള്ളിക്കളഞ്ഞ ചിലരെ വിശേഷതയുള്ളവരാക്കി പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ കരത്തിന്റെ വ്യാപാരം ഇന്ന് രാത്രി തുറസായ സ്ഥലത്ത് പരിശുദ്ധാത്മ നിയോഗത്തോടെ പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവമക്കൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. സ്വർഗം തുറക്കട്ടെ. ദൈവമായ കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, സ്തോത്രം, നീ നട്ടിട്ടും നനച്ചിട്ടും വിശേഷതയില്ലാതെയായി, നീ മക്കളെ പെറ്റു വളർത്തിയിട്ട് വിശേഷതയില്ലാതായി, നീ ഉപവസിച്ചിട്ട് വിശേഷതയില്ലാതായി, നീ കണ്ണുനീരൊഴുക്കിയിട്ട് അങ്ങനെയായി ഇങ്ങനെയായി എന്ന് വിമർശന നിലവാരത്തിൽ നിന്നെ വിധിക്കാനിരിക്കുന്ന സകല ദുഷ്കർമ്മങ്ങളുടെ നടുവിലോ ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന്റെ അകക്കാമ്പ് മനസ്സിലാകുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ പറ, എന്റെ ദൈവം എന്നെ ഇന്ന് രാത്രിക്കാലം ശുശ്രൂഷകന്മാരാണെങ്കിലും ദൈവമക്കളാണെങ്കിലും അഥവാ ഇന്ന് രാത്രി ഈ യോഗം കേൾക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ഒരു സാധാരണക്കാരനാണെങ്കിലും ദൈവത്തിന്റെ കാര്യപരിപാടി മനുഷ്യനെ വിശേഷതയുള്ളവരാക്കുക. യേശുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രഭാഷണങ്ങൾക്കിടയിൽ കർത്താവ് ഈ കാര്യം ഭൂമിയിൽ വന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. യേശുക്രിസ്തു ലോകത്തിൽ വന്ന് പറഞ്ഞിരുന്നു, 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? സ്തോത്രം. എന്നിട്ട് പറയുന്നു, ഈ കുരികിലിനേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ യേശുക്രിസ്തു മറ്റാരും കാണാതെ സ്തോത്രം അദ്ദേഹത്തിന്റെ വലിയ നീളം കുപ്പായത്തിനകത്ത് വരണ്ട കൈയുമായി നിൽക്കുന്ന ആ മനുഷ്യനെ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം അവനെ പള്ളിയകത്ത് എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അവന്റെ കൈ നീട്ടി അവന്റെ കൈയുടെ വരൾച്ച മാറ്റിയ സമയത്ത് പരീശന്മാർ യേശുവിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ സമയത്ത് യേശു മറുപടി ചോദിച്ചത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ആടോ മാടോ കിണറ്റിൽ വീണാൽ നിങ്ങൾ ശബത്ത് ദിവസത്തിൽ മോളിൽ കയറ്റുകയില്ലയോ? നിങ്ങൾക്ക് നിങ്ങളുടെ കാള വലുതാണെങ്കിൽ, നിങ്ങളുടെ ആട് വലുതാണെങ്കിൽ, സൃഷ്ടാവായ ദൈവത്തിന് അവന്റെ സദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ വലുതാണ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഇടപെട്ടുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ മതം എന്ന് പറഞ്ഞാലും നിങ്ങളുടെ സമൂഹം എന്ന് പറഞ്ഞാലും മനുഷ്യൻ ദൈവത്തിന്റെ അവകാശമാണ്. അവന്റെ വിശേഷത നശിപ്പിച്ച് അവനെ നരകത്തിൽ തള്ളാൻ ഒരുങ്ങുന്ന അന്ധകാര ശക്തികളെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ആഴമായി ശാസിച്ചുകൊണ്ട് ദൈവദാസന്മാരും ദൈവമക്കളും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ചിലരെ നാട്ടിൽ വിശേഷതയുള്ളവരാക്കി മാറ്റാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി വചനമായി ഇറങ്ങുകയാണ്. ശക്തമായി സ്തോത്രം ചെയ്തുകൊണ്ട് ശക്തമായി വിശ്വസിച്ച് നന്ദി പറഞ്ഞാട്ടെ. ആർക്കൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഫെബ്രുവരി 6-ാം തീയതിക്ക് ശേഷം എൻ്റെ ജീവിതം വിശേഷതയുള്ളവരാകണം, ഈ രാത്രിക്കാലം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ഫലിക്കണം. കർത്താവേ, എൻ്റെ കുടുംബം പല വിഷയങ്ങളിൽ നാണം കെട്ടുപോയിട്ടുണ്ട്. എൻ്റെ പരാജയം എനിക്കറിയാം. പഠിക്കാൻ പോയ കാലത്ത് പരാജയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം, വിവാഹ ജീവിതമൊക്കെ പല പല കാര്യങ്ങൾ അപജയങ്ങൾ 1000 കണ്ടേക്കാം. പക്ഷെ ഇന്ന് രാത്രി ഒറ്റ വാക്കിൽ സ്വർഗം എന്നോട് പറയുന്നു, ചിലരെ വിശേഷതയുള്ളവരാക്കാൻ ദൈവത്തിന്റെ കൃപയുടെ കരം ഇന്ന് രാത്രി വ്യാപരിക്കുകയാണ്. ആവശ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി മൗനമായിരിക്കരുത്. നിങ്ങൾ യേശുവേ എന്ന് വിളിക്കണം, കർത്താവിന്റെ നാമത്തെ ഉയർത്തണം. യോഗം കഴിയുമ്പോൾ ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഈ രാത്രിക്കാലം കർത്താവേ, സഹോദര വൃന്ദങ്ങളുടെ ഇടയിൽ തല കുനിഞ്ഞു പോയവനാണ് ഞാൻ. എന്തൊക്കെ ചെയ്താലും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ചവിട്ടി നിൽക്കാൻ ഒരു സ്ഥലമില്ല, കടത്തിന്മേൽ കടമാണ്, നിരാശനാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. ആ ഒരു ഭാരത്തോട് ഈ രാത്രിക്കാലം ഇരിക്കുന്നവരോട് കരുണാമയന്റെ കരമിറങ്ങിക്കൊണ്ട് പറയുന്നു, ഞാൻ നിന്നെ വിശേഷതയുള്ളവനാക്കാം.
ഏറ്റെടുക്കുന്ന ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വിശ്വാസി ദൈവമക്കളെ, ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ സ്തോത്രത്തിന്റെയും പ്രാർത്ഥനയുടെയും അകമ്പടിയോടെ ഈ നാട്ടിൽ വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ, വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്ക്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ആകർഷിച്ച് അകത്തുകൊണ്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒറ്റപ്പെട്ടു പോയവർ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം, തള്ളപ്പെട്ടവർ കേൾക്കുന്നുണ്ടായിരിക്കാം, ആരും സഹായത്തിനില്ലാത്തവർ, എന്തു ചെയ്യണമെന്നറിയാത്തവർ, സ്വത്ര പെറ്റ അമ്മ പോലും മുഖപക്ഷം കാണിക്കുന്നവർ, എത്രയും നിരാശയിലായിരിക്കുന്നവർ, അവരോടെല്ലാം സ്വർഗം ഇന്ന് രാത്രി ഈ പന്തല് കെട്ടി പറയിപ്പിക്കുകയാണ്. നിന്നെ വിശേഷതയുള്ളതാക്കാൻ എന്റെ കരം നിന്നോട് കൂടെ വരാം. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം ഒരപ്പന്റെ 12 ആൺമക്കളിൽ 11 പേരും സംഘം ചേർന്ന് നിന്ന് യോസഫ് എന്ന സ്വത്ര ആ വീട്ടിലെ ഒരു മകനെതിരെ അവന്റെ വിശേഷതയെ കുറ്റം പറഞ്ഞ് പോരാടിയപ്പോൾ, പട്ടക്കളത്തിൽ തള്ളിയപ്പോൾ അങ്ങകലെ ദൂരെ കൊണ്ടുപോയി അവന്റെ വിശേഷത പുറത്തു കൊണ്ടുവന്ന് വിശേഷത ഉള്ളവനാക്കി മാറ്റിയ മഹാദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നത്. ഇരിപ്പിടം മറന്ന് സ്തോത്രം ചെയ്താൽ ആരൊക്കെ തള്ളിയാലും നിന്നെ വലിച്ചു കുഴിയിലിട്ടാലും സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് കയറ്റി വിശേഷത തന്ന് മാനിപ്പാൻ. ചേർന്ന് ദൈവത്തിന് നന്ദി പറ. നിങ്ങൾ തൃപ്തിയാകുവോളം ദൈവത്തിന് സ്തോത്രം പറ. കർത്താവേ, ഈ രാത്രികാലം മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇന്നലെ മിനിയാന്നൊക്കെ ശക്തമായി ദൈവദാസന്മാർ ദൈവത്തിന്റെ ആലോചന തന്നല്ലോ. ഇന്ന് രാത്രി ദൈവ ഹൃദയം തുറക്കുക. എന്റെ പ്ലാൻ നിനക്കൊരു വീട് തരാനല്ല, എന്റെ പ്ലാൻ നിനക്ക് ഒരു ജോഡി വസ്ത്രം തരാനല്ല, നിന്നെ വിശേഷതയുള്ളവനാക്കി മാറ്റാനാണ്. ഈ രാത്രി അഡ്രസ് മാറ്റി മാന്യത തന്ന് ഉയർച്ച തന്ന് വിശേഷത ഉള്ളവനാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് തിരിച്ചറിയുന്നവരുടെ രാത്രിയാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാക്കൊരു പ്രവചനം പോലെ ഫലിക്കൂ. വിശ്വസിച്ചാൽ ഈ വചനം നിന്ന് ഫലിക്കൂ. ഇത് നിറവേറേണ്ടതിന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്നെ ജാഗരിച്ചോളും.